Hi guys, welcome to Varana Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് പോകുന്നത് SC റെയിൽവേ റീസണിംഗ് സെഷൻ്റെ ഒരു നമ്പർ സീരീസ് എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ട് 1 ആണ് പോകുന്നത്. ഓക്കെ, സോ നമ്പർ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവും അതേപോലെ തന്നെ നമ്മൾ വിടുന്നതുമായിട്ടുള്ള റീസണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിടും, കാരണം ചില സമയത്ത് നമുക്കത് കിട്ടാതിരിക്കാം. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനും ഏറ്റവും കൂടുതൽ ചാൻസ് നമ്പർ സീരീസിലാണ്. സോ ഇന്നെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഈ വീഡിയോ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ 30 സെക്കൻഡ് ടൈം വീതമാണ് പോകുന്നത്. 30 സെക്കൻഡ് ടൈം എടുക്കും ഓരോ ക്വസ്റ്റ്യനും. അത് കഴിഞ്ഞിട്ട് ചെയ്ത് പോവാം. നമ്മളപ്പോൾ ഒരു സ്പീഡ് മോക്ക് പോലെയും കൂടെ പോവുകയാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ സീരീസ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള പല രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പല തരത്തിലുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഓരോരോ ക്വസ്റ്റ്യനും ഓരോരോ ടെക്നിക്കായിരിക്കും. സോ അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, 2, 5, 1. സോ 2, 5, 12.5 ഡാഷ് 78.125 then 194.3125. സോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ നമുക്ക് ആദ്യമേ ഒരു സീരീസ് കാണുമ്പം എന്താണ് അതിൽ നിന്ന് എടുക്കേണ്ടതെന്നാണ് ഫസ്റ്റ് ഇതാക്കേണ്ടത്. ഡിഫറൻസ് ആണോ എടുക്കുന്നത്, അതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ടുള്ള സീരീസ് ആണോ, അല്ലെങ്കിൽ ഡിഫറൻസ് ആണോ, സ്ക്വയർ ആണോ, അതാണ് ഫസ്റ്റ്ലി നമുക്ക് തിങ്ക് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയേ 2, 5, 12.5 ഇതെന്തായാലും ഒരു ഡിഫറൻസിൻ്റെ ഇതല്ല, കാരണം 78.125 195.125 3125 ഒക്കെ വളരെ വലിയ നമ്പേഴ്സാണ്. സോ ഇതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ സീരീസ് ആണ്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2ഉം 5ഉം തമ്മിലുള്ള ഇതെടുത്തു. എത്താണ് 2 × 2.5 ആണ് 5 എന്ന് പറഞ്ഞാൽ അല്ലേ. 2 × 2.5 ആണ് എന്ത് 5 എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയപ്പോൾ 5 × 2.5 ആണ് എന്ത് 12.5. അപ്പോഴാണെങ്കിൽ അടുത്ത നമ്പർ എന്താണ് 12 × 2.5 അല്ലേ. 12 × 2.5 എത്ര വരുന്നത് 31.25. ഓ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ എ 31.25 ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ -10, 8, 6, 40, 102 ഈ ഒരു സീരീസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കിൽ അടുത്തത് വരുന്നത് ഏത് ടേം ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കൂ, ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ നോക്കുമ്പോൾ 10 നോക്കി 10 -10 -8 6 40 2 നോക്കിയപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, ഒരു 2യുടെ ഡിഫറൻസ് ആണല്ലേ. -10 8 തമ്മിലുള്ള 2 ഡിഫറൻസ്. ഇവിടെ നോക്കിയപ്പോൾ എന്താണ്, ഇവിടെ ഒരു എത്ര ഡിഫറൻസ്, ഇവിടെ 2 തന്നെയാണ്. ഇവിടെ നോക്കിയപ്പോൾ പക്ഷേ അതിൽ നിന്ന് വലുതായിട്ടൊരു ഡിഫറൻസ് വന്നു. 6 40 തമ്മിൽ വളരെ വലിയൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതെന്തല്ല, അതിപ്പോൾ ഒരു ഡിഫറൻസ് എടുക്കേണ്ട സീരീസ് അല്ല. സോ ഇതിലെന്താണ് ലോജിക്ക് വരുന്നതെന്ന് നോക്കാം. എനിക്ക് 10നെ -10നെ കൊണ്ട് 8 വരണം. -10ൽ നിന്ന് എനിക്ക് എന്തിലോട്ടാവണം, 8ലോട്ടാകണം അല്ലേ. അപ്പോൾ 8ലോട്ടാകാൻ വേണ്ടി എനിക്കൊരു 2 ആഡ് ചെയ്യേണ്ടത്. സോ 2 ആഡ് ചെയ്യുമ്പോൾ എന്താ 2² -2 എന്താണ് 10² × 2 + 2² -2 ആണ് എന്ത് നോക്കി. അപ്പോൾ എന്താ -10 എന്താണ് പ്ലസ്, അപ്പോൾ എന്താ 4 - 2 2 എന്ന് വരും. അപ്പോൾ എത്ര വരുന്നത് -8 എന്നല്ലേ.
ഓക്കെ, ആ രീതിയിലല്ലേ വന്നേക്കുന്നത്. അപ്പോൾ 8 നിന്ന് 6 വരണമെങ്കിലോ -8 നിന്ന് 6 വരണമെങ്കിലോ -8 പ്ലസ് ഓക്കെ 2 കഴിഞ്ഞു. അടുത്ത എന്താണ് 4 എടുത്തു നോക്കുക. 4 സ്ക്വയർ മൈനസ് എന്താണ് 4. 4 സ്ക്വയർ എത്രയാണ് 16 ആണ്. 16 മൈനസ് 4 -8 പ്ലസ് 16 മൈനസ് 4 അല്ലേ. അപ്പം -8 പ്ലസ് 12 എത്ര വരുന്നത് 4. സോ ആദ്യമേ ഞാൻ റാൻഡം നമ്പർ എടുത്ത് നോക്കി. അതിനെന്താണ് 10 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 2 ആണ്. -10 പ്ലസ് 2 -8. അപ്പോൾ -8 ഇൻറ്റു 16 സ്ക്വയർ പ്ലസ് 4. അപ്പോൾ അടുത്ത എന്തായിരിക്കും 6 സ്ക്വയർ. രണ്ട് ഡിഫറൻസ് വരുന്നത് 6 സ്ക്വയർ മൈനസ് 6. നോക്കി 6 ഇൻറ്റു 6 പ്ലസ് 6 സ്ക്വയർ മൈനസ് 6 അല്ലേ. 36 മൈനസ് 6 എന്ന് വെച്ചാൽ എത്ര 30. 36 മൈനസ് 6 അല്ലേ. എത്ര വരുന്നത് 30 പ്ലസ് 6. ഓക്കെ, സോ 36 ഒരു മിനിറ്റ്. നോക്കി -10 -8 -6 40 102. സോ ഇതെന്താണ് 10 പ്ലസ് എന്താണ് 2 സ്ക്വയർ മൈനസ് 2 അതാണ് എത്ര വരുന്നത് 8 വരുന്നത്. അടുത്ത് നോക്കി -8 പ്ലസ് 4 സ്ക്വയർ മൈനസ് 2. 4 സ്ക്വയർ മൈനസ് 2 നോക്കി -8 പ്ലസ് 4 സ്ക്വയർ 16 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 14. അപ്പോൾ -8 പ്ലസ് എന്താണ് 14 വിച്ച് ഈസ് ഈക്വൽ ടു 6. ദെൻ അടുത്ത എന്താണ് 6 അത് കഴിഞ്ഞ് 40 ആവുന്നേക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ 6 സ്ക്വയർ മൈനസ് 2 പ്ലസ് എന്താണ് that is 6 plus 36 minus 2 which is equal to 6 plus 34. അതാണ് എന്ത് 40 വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതെന്താ 6 സ്ക്വയർ, അടുത്ത 8 സ്ക്വയർ മൈനസ് 2 ആണ്. ഇതാകുമ്പോൾ 10 സ്ക്വയർ മൈനസ് 2 അല്ലേ. സോ അപ്പം 102 പ്ലസ് എന്താണ് 10 സ്ക്വയർ മൈനസ് 2. 10 സ്ക്വയർ മൈനസ് 2 എത്രയാണ് 98. അപ്പോൾ 102 പ്ലസ് 98 ആണ് വന്നേക്കുന്നത്. എത്ര വരുന്നത് 200. സോ കറക്റ്റ് ആൻസർ എത്രയാണ് 200 ആണ് വരുന്നത്. സോ ഇവിടെ നോക്കി 102 പ്ലസ് 98. സോ കറക്റ്റ് ആൻസർ എത്രയാണ് 200 ആണ് വരുന്നത്. സോ ഇവിടുത്തെ ഓപ്ഷൻ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് വരുന്നത് എന്താണ് 200 ആണ്. കറക്റ്റ് ആൻസർ 200 ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് 25 49 121 169. സോ ഞാനൊരു 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കൂ. ഏറ്റവും കൂടുതൽ പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 25 49 121 161. അപ്പോൾ നോക്കുമ്പോൾ എന്താ 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ, 49 എന്ന് പറഞ്ഞാൽ എന്താണ് 7ൻ്റെ സ്ക്വയർ, 121 എന്ന് പറഞ്ഞാൽ എന്താണ് 11ൻ്റെ സ്ക്വയർ, 169 എന്ന് പറഞ്ഞാൽ എത്രയാണ് 13 സ്ക്വയർ അല്ലേ. അപ്പോൾ അടുത്ത വരുന്ന ഏതാ 5 സ്ക്വയർ 7 സ്ക്വയർ 11 സ്ക്വയർ 13 സ്ക്വയർ. അടുത്ത ഏതായിരുന്നു വരുന്നത്? നമുക്ക് രണ്ടെണ്ണം വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് 15ൻ്റെ സ്ക്വയറും ഒന്ന് 17ൻ്റെ സ്ക്വയറും, രണ്ടും ആ ഇതിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. സോ ആദ്യമേ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രൈം നമ്പർ സീരീസ് ആയിരിക്കും മറ്റ് സീരീസിനേക്കാൾ ഇച്ചിരി കൂടെ ഇതായിട്ട് നിൽക്കുന്നത്. അവരെപ്പോഴും കൊടുക്കുന്ന പ്രൈം നമ്പർ സീരീസ് ആയിരിക്കും. സോ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് പ്രൈം നമ്പറിലാണ്. അടുത്ത ഏതാ വരുന്നത് 17 സ്ക്വയർ ആണ് വരുന്നത് കേട്ടോ. 289 ആണ്. ഇവിടെ രണ്ടും കിടപ്പുണ്ട് 225 289. അപ്പോൾ ആദ്യമേ നമുക്ക് പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടത് പ്രൈം നമ്പർ സീരീസിനായിരിക്കണം. സോ പ്രൈം നമ്പർ സീരീസ് എന്ന് പറയുന്നത് 289 ആണ് ഇതിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തെന്ന് പറയുന്നത് വരാന റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. 6 ലെവൽസ് ഉണ്ട് ഇതിൽ. ആദ്യം ഒരു ക്ലാസ് സെഷൻ, ദെൻ ഒരു സർക്കിൾ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ദെൻ ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ. ഈ 6 ലെവൽസിലൂടെയാണ് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസും കടന്നു പോകുന്നത്. ഈ ഒരു 6 ലെവൽസ് ആണ് നമ്മുടെ ഓരോ റിസൾട്ടിൻ്റെയും കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 1, 30, 5, 26, 9, 22, 13, 18. സോ ഒന്ന് ചെയ്തു. ഓക്കെ, സോ നോക്കുമ്പോൾ എന്താണത് പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേ. 1, 30, 5, 26, 9, 22, 13 ആൻഡ് 18 ഡാഷ് എന്നാണ്. സോ നോക്കി ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇവിടെ 4 ആഡ് ചെയ്ത് പോകുന്നു, 4 ആഡ് ചെയ്ത് പോകുന്നു, ഇവിടെ 4 ആഡ് ചെയ്തു. അപ്പോൾ അടുത്തത് 4 ആഡ് ചെയ്ത് വരുന്നതാണ്. എത്ര വരുന്നത് അപ്പോൾ 17 ആണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ 17 ആണ്. മറ്റേ നമ്പേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല, 30, 26 നോക്കേണ്ട ആവശ്യമില്ല. ഓൾട്ടർനേറ്റ് ആയിട്ട് 1, 5ൻ്റെ ആ സീരീസ് തന്നെ പോയപ്പോൾ കറക്റ്റ് കിട്ടി. അപ്പോൾ ഇതെന്താണ് 1 ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ഒക്കെ ഒരു സീരീസ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, ഫോർത്ത് ഒക്കെ വേറൊരു പാറ്റേൺ ആണ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് SSCയിൽ ചോദിക്കാറുണ്ട്. സോ ഈ ഒരു പാറ്റേണുകൾ പഠിച്ചു വയ്ക്കാം. നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ പാറ്റേൺ വഴിയാണ് പോകുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ്. ആദ്യത്തേത് 1, then 4, then അടുത്ത വീണ്ടും 4 പോയേക്കുന്നു. അപ്പം നമുക്ക് വരുന്ന ആൻസർ എത്രയാണ് 17 ആണ് വരുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ വിച്ച് വിൽ കംസ് ഓൺ ദ പ്ലേസ്. 11, 12, 15, 20, 27 ആൻഡ് ഡാഷ് എന്നാണ് കിടക്കുന്നത്. ഒന്ന് ചെയ്തു നോക്കാം. സോ വരുന്നത് എന്താണ് 11, 12, 15, 20, 27 ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ ഇതെന്താണ് ആഡ് ചെയ്ത് പോയേക്കുന്നത്, ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുകയാണ്. ഇത് ഞാനിതൊരു ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ്. അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആയതുകൊണ്ട് ഡിഫറൻസ് എടുത്ത് നോക്കുകയാണ്. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1, ദെൻ ഇവിടെ ആണെങ്കിൽ 3 ആഡ് ചെയ്തേക്കുന്നു, ഇവിടെ 5 ആഡ് ചെയ്തേക്കുന്നു, അടുത്ത് 7 ആഡ് ചെയ്തേക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സീരീസ് 1, 3, 5, 7. അപ്പോൾ ഇതൊരു ഓഡ് നമ്പർ സീരീസ് ആണ്. അപ്പോൾ ഇതെത്ര അടുത്ത എത്ര +9 ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത് 36. സോ 36 ഓപ്ഷനിലുണ്ടോ ഉണ്ട്. സോ 36 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു. 1, 12, 15, 20, 27 എന്നാണ് പോയിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുന്നൊരു സീരീസ് ആണ്. സോ അതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത് 36. സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ അപ്രോച്ചാണ്. നമ്മൾ എപ്പോഴും നോക്കുക ഡിഫറൻസ് ആണോ എടുക്കേണ്ടത് അതോ മൾട്ടിപ്ലിക്കേറ്റീവ് ആണോ എടുക്കേണ്ടത്. അതാണ് നമ്പർ സീരീസിൻ്റെ വ്യത്യാസമാക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഇടാം. ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്പർ സീരീസിൽ ക്വസ്റ്റ്യൻ ഇടാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും ടഫായിട്ടത് തോന്നുന്നത്. സോ കൂടുതൽ നമ്പർ സീരീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളത്. എത്ര ബേസ് അറിഞ്ഞിരിക്കുന്നവരും കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു സീരീസ് ആക്കാൻ പറ്റൂ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലോട്ട് പോകാം. 14, 25, 47, 91 ആൻഡ് 179 എന്നാണ് കിടക്കുന്നത്. സോ ഒന്ന് ചെയ്തു നോക്കുക. ഒരു 30 സെക്കൻഡ് ടൈം തരാം.
സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 14, 25, 47, 91, 179 ഇത് നമുക്ക് തോന്നും ഇതൊരു മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്നത്, പക്ഷെ അല്ല. 14, 25 തമ്മിലുള്ള വ്യത്യാസമൊക്കെ നോക്കാം. നമുക്ക് അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ 14, 25, 47 അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നോക്കാം. ഡിഫറൻസ് എടുത്ത് നോക്കി അല്ലേ. ആകെ ഒരെണ്ണം മാത്രമേ അടുത്ത് കിടക്കാതുള്ളൂ, ബാക്കിയെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് തന്നെയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കി. ഇവിടെ 11 ആഡ് ചെയ്തേക്കുന്നു, ഇവിടെ നോക്കി 22 ആഡ് ചെയ്തേക്കുന്നു, ഇവിടെ 44, ഇവിടെ ആണെങ്കിലോ 88 അല്ലേ. 91 + 88 ആണ് 179. സോ അടുത്ത ഇപ്പോൾ എന്തായിരിക്കും, 88. ഇതെല്ലാം ഇൻറ്റു 2 പോയേക്കുവാണ്. 11 × 2 ആണിത്. ഇത് വീണ്ടും ഇൻറ്റു 2. സോ അപ്പുറത്ത് എന്തായിരിക്കും വരുന്നത്, 176 അല്ലേ. 176 ആയിരിക്കും വരുന്നത്. സോ 179 + 176 എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്നത്, രണ്ടെണ്ണോട് അല്ലേ. സോ നമുക്ക് ചെയ്ത് നോക്കാം. 5 3 5 5 355 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 355 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 355. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, നമ്മൾ ഓരോന്നും ഓരോ രീതിയിലാണ്. സോ ചെയ്ത് നോക്കുമ്പോൾ 30 സെക്കൻഡിനുള്ളിൽ കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമ്മൾ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കുവാണ്. നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്യുക. ഇതിൻ്റെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പോകുന്നതാണ്. ആ രീതിയിൽ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 418 100 180 294 ആൻഡ് 448 എന്നാണ്. ഒരു 30 സെക്കൻഡ് ടൈം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. നോക്കി 418 100 180 294 448 എന്നാണല്ലേ. സോ നോക്കി 418 100 180 294 ആൻഡ് 448. ഇത് ആദ്യമേ ഞാനൊന്ന് ചെയ്ത് ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കുവാണ്. കാരണം 4ഉം 18ഉം ഞാനിപ്പോൾ 4 × 4 + 2 എന്ന് ഇട്ടാൽ ബാക്കിയുള്ളത് അങ്ങനെ പോകുന്നുണ്ടോ, ഇല്ല. സോ അതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻഡെക്സും അല്ല, ഒരു എന്താണ് ഡിഫറൻസ് ഇൻഡെക്സും അല്ല. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഈ നമ്പേഴ്സിനൊരു പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം 4 എടുക്കുവാണെങ്കിൽ 4നെ എനിക്ക് 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ എഴുതാൻ പറ്റും 2 ക്യൂബ് - 2 സ്ക്വയർ. ഓക്കെ, 2 ക്യൂബ് - 2 സ്ക്വയർ എന്താണ് 4. അപ്പം നമുക്ക് എപ്പോഴും നമ്പേഴ്സിനെ കൂടുതൽ പരിചയപ്പെട്ടിരിക്കണം. 4 എന്ന് പറയുന്നത് എനിക്ക് 2ൻ്റെ സ്ക്വയർ എന്നും എഴുതാം, 2ൻ്റെ ക്യൂബിൽ നിന്ന് 2ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുന്നു എഴുതാം അല്ലേ. 4 എന്ന് പറയുന്നത് ആ രീതിയിൽ എഴുതാം. അപ്പോൾ അടുത്ത നോക്കി 18 എന്ന് പറയുന്നതോ, 18 എന്ന് പറഞ്ഞാൽ എനിക്ക് 3 ക്യൂബ് എന്ന് എഴുതി. അത് എത്രയാണ്, 27. 27 ന്ന് 3 സ്ക്വയർ 9 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 18 അല്ലേ. ഒരെണ്ണം കൂടെ ചെക്ക് ചെയ്യാം, ചിലപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിലോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ 100 ഒന്ന് ചെക്ക് ചെയ്യാം. 100 എന്ന് പറയുന്നത് ഞാനിപ്പം 2i 3i 4 5ൻ്റെ ആണ് അല്ലേ. 5 ക്യൂബ് - 5 സ്ക്വയർ 125 എന്താണ് 25 എത്ര വരുന്നത്, 100. സോ കിട്ടിയല്ലോ. അപ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കണം. എപ്പോഴും നമുക്ക് വരുന്നതാണ് ഇങ്ങനെയുള്ള നമ്പേഴ്സ്. അതൊന്ന് ഞാനിന്ന് എഴുതി തരാം, ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു തന്നെ ഇരിക്കുക. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാറില്ല, മെയിൻലി കിട്ടാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയാം, 2 ക്യൂബ് - 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 4 ആയിരിക്കും. ദെൻ 3 ക്യൂബ് - 3 സ്ക്വയർ അത് എത്ര ആയിരിക്കും, 18 ആയിരിക്കും. 4 ക്യൂബ് - 4 സ്ക്വയർ എത്രയാണ്, 64ൽ നിന്ന് 16 കുറയ്ക്കുന്നു. 64ൽ നിന്ന് 16 കുറയ്ക്കുന്നു. ഓക്കെ, 64 മൈനസ് എത്രയാണ് 16 എത്ര വരുന്നത്, 48 48. അടുത്ത നോക്കി 5 ക്യൂബ് - 5 സ്ക്വയർ 5 ക്യൂബ് - 5 സ്ക്വയറിൽ എത്ര വരുന്നത്, 100. 6 ക്യൂബ് - 6 സ്ക്വയർ 6 ക്യൂബ് എത്രയാണ്, 216. അതിൽ നിന്ന് 36 കുറയ്ക്കുന്നത് എത്ര വരുന്നത്, 180. ദെൻ 7 ക്യൂബ് - 7 സ്ക്വയർ എത്ര വരുന്നത്, 294. ആൻഡ് 8 ക്യൂബ് - 8 സ്ക്വയർ എന്ന് പറയുന്നത് 400.
സോ ഇങ്ങനെയാണ് പോയേക്കുന്നത്. സോ ഈ നമ്പേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക, കാരണം നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. 2³ - 2 സ്ക്വയറും 3³ - 3 സ്ക്വയറിൻ്റെ ഒക്കെ സീരീസ് വരും. പക്ഷെ നമ്മളിവിടെ നോക്കി ഇതിൻ്റെ ഡിഫറൻസ് എടുത്താലോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻഡെക്സ് എടുത്താലോ ഒന്നും വരാറില്ല. സോ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ കറക്റ്റ്? 4³ - 4 സ്ക്വയർ ആണ് അല്ലേ? അത് എത്രയാണ് വരുന്നത്? 48. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 48 ആണ് കറക്റ്റ് ആൻസർ. സോ ഇങ്ങനെയുള്ള നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഒരു 7 സീരീസ് പഠിച്ചായിരുന്നു. ഈ 7 സീരീസും ഡിഫറെൻറ്റ് ലെവലാണ്. നമ്മൾ ഓരോന്നും ഓരോ ലെവൽസ് ആണ് പോയേക്കുന്നത്. നമ്പർ സീരീസിൽ എപ്പോഴും അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എപ്പോഴും നമ്മൾ നമ്പർ സീരീസിൽ എക്സ്പേർട്ട് ആവണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏക മാർഗം. കാരണം കുറേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്പർ സീരീസിൽ നമുക്കിപ്പോൾ എത്ര ബേസ് ഉണ്ടെങ്കിലുമല്ല, നമുക്ക് ആ ഒരു എക്സാമിൻ്റെ പ്രഷറിലിരിക്കുമ്പോൾ ആ സീരീസ് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. കൂടുതൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ ഒരു സീരീസ് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ ഒരു 7 സീരീസ് നമ്മൾ 7 ഡിഫറെൻറ്റ് വേയിലാണ് പോയേക്കുന്നത്. ഈ ഒരു 7 മെത്തേഡ്സും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ആസ്ക് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം. നേരത്തെ ചോദിച്ചിട്ടുള്ള CGL അതേപോലെ തന്നെ CHSL പിന്നെ റെയിൽവേ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഈ എടുത്തേക്കുന്നത്. സോ ഇതെല്ലാം പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ നിന്ന് കിട്ടുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതേപോലെ വരണമെന്നില്ല, പക്ഷെ ആ ഒരു ടോപ്പിക്കിലെ കണ്ടന്റ് അതേപോലെ വരാറുണ്ട്. എന്ന് വെച്ചാൽ എന്ത് മാനറിലാണോ അത് പോയേക്കുന്നത്, ഇപ്പം നമ്പർ സീരീസ് ഏത് രീതിയിലാണോ പോയേക്കുന്നത് അത് ചോദിക്കാറുണ്ട്. ഇപ്പം ഒരു സ്ക്വയർ സീരീസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ക്യൂബ് സീരീസ് ആണെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീരീസ് എപ്പോഴും നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. കാരണം അത് അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്പർ സീരീസ് ഇതാക്കാൻ പറ്റൂ. ബാക്കി എല്ലാം നമുക്കൊന്ന് ബേസ് കറക്റ്റ് ആയാൽ ഓക്കെ ആകും. പക്ഷെ നമ്പർ സീരീസിൽ അങ്ങനെ ഒരു ബേസ് ഇല്ല. എല്ലാം ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയാണ്, ഓരോ അറിവുകളാണ് നമുക്ക് തരുന്നത്. സോ ഈ ഒരു 7 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഫസ്റ്റ് സീരീസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു 7 ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.